അങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് ഇന്റഗ്രൽ 0 to 2x square dx എങ്ങനെ ചെയ്യാന്നുള്ളത്. അതിൽ ഇന്റഗ്രൽ ഓഫ് x square dx ചെയ്യാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയില്ലേ? ഇന്റഗ്രൽ ഓഫ് x square dx എങ്ങനെയാ ചെയ്യാം? x raised to n plus 1 by n plus 1. അതായത് n ന് പകരം ഇവിടെ 2 അല്ലേ, അപ്പൊ x raised to 2 plus 1 അതായത് 3 divided by 3. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No. ഇനി ഇവിടെ ഒരു 0 to 2 കൂടി ഉണ്ട് വിചാരിച്ചോ. 0 to 2 കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത്രയേ ചെയ്യേണ്ടതുള്ളൂ, ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. എന്തിടാ? സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് ആ 0 to 2 ഇവിടെ എഴുതി കൊടുക്കാം. ഡൗട്ട് ഇല്ലല്ലോ? ഡൗട്ട് ഉണ്ടോ? ഇനി അടുത്തതായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താ പറഞ്ഞാല്, എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കും. അതായത് എക്സ് ക്യൂബ് ബൈ 3ക്ക് പകരം 2 ക്യൂബ് ബൈ 3 എന്ന് എഴുതാം. എഴുതി. എന്നിട്ട് ഒരു മൈനസ് സൈൻ ഇടാം. എന്നിട്ട് എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കാം. എക്സ് എന്ന് പറയുന്ന വേരിയബിളിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക. എക്സിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ 0 ക്യൂബ് ബൈ 3 ഇങ്ങനെ എഴുതി. കുഴപ്പമുണ്ടോ? അതായത് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് ആദ്യം എക്സിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുത്തു, എന്നിട്ട് 2 ക്യൂബ് ബൈ 3 എന്ന് എഴുതി. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് ആയിട്ട് എക്സിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുത്തു, എന്നിട്ട് 0 ക്യൂബ് ബൈ 3 എന്ന് എഴുതി. കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No sir. 2 ക്യൂബ് എത്രയാ? 20 sir. 8 എന്ന് പറയുന്നത് 2 into 2 into 2 അല്ലേ? 8 അല്ലേ? 8 by 0 ക്യൂബ് എത്രയാ? 0. അപ്പൊ 0 by 3 എന്ന് പറയുന്നത് 0 അല്ലേ? ഇതാണ് ആൻസർ. വേറൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. Yes sir. ഇന്റഗ്രൽ 0 to 1 x raised to 7 dx. അതെങ്ങനെ ചെയ്യാം? ആദ്യം x raised to 7 ഇന്റഗ്രേറ്റ് ചെയ്താൽ എന്ത് കിട്ടും നോക്കാം. അത് x raised to 8 divided by 8. ഡൗട്ട് ഉണ്ടോ? ഈ ഫോർമുല ഉപയോഗിച്ചിട്ട് അല്ലേ? x raised to 7 plus 1 divided by 7 plus 1. എന്നിട്ട് സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. എന്നിട്ട് ഇവിടെ ഉള്ള ആൾക്കാരെ ഇവിടെ കൊടുക്കുക. എന്ത്? 0യും 1 കൂടെ കൊടുക്കും. അടുത്ത സ്റ്റെപ്പിൽ എന്താ ചെയ്യേണ്ടത്? എക്സിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക. എക്സിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക പറഞ്ഞാല് 1 raised to 8 divided by 8 ഒരു മൈനസ് ഇടാം. ഇനി എക്സിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കാം. എക്സിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക പറഞ്ഞാല് 0 raised to 8 divided by 8. 1 raised to 8 1 തന്നെയല്ലേ? 1 by 8 minus 0, that is 1 by 8. മനസ്സിലായോ? വേറൊരു എക്സാമ്പിൾ ചെയ്യാം. Yes sir. Yes. അങ്ങനെയാണ് അടുത്ത എക്സാമ്പിൾ. ഇന്റഗ്രൽ ഓഫ് t സ്ക്വയർ പ്ലസ് t dt within the limit 1 to 2. ആദ്യ പടി എന്ന നിലയിൽ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ്? ഈ 1 to 2 ഒന്നും ഇല്ല എന്നുള്ള സങ്കല്പിച്ചിട്ട് ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുക പറഞ്ഞാല് ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി പ്ലസ് ഇന്റഗ്രൽ ടി ഡി ടി എഴുതിക്കൂടെ? കഷ്ണം മുറിച്ചു, ഓരോന്നിനും ഇന്റഗ്രേറ്റ് ചെയ്തു. ഇന്റഗ്രൽ ടി സ്ക്വയർ ഡി ടി എന്താ? ഇന്റഗ്രൽ ഓഫ് ടി സ്ക്വയർ ഡി ടി എന്തായിരിക്കും?
T cube by 3. Yes, t cube by 3 അല്ലേ? 2 പകരം n ആണെങ്കിൽ nx raised to അല്ല x raised to n plus 1 divided by n plus 1 രീതിയിൽ t raised to 2 plus 1 divided by 2 plus 1 ശരിയല്ലേ? ഇനി ഇവിടെ വെറും t dt എന്ന് പറഞ്ഞാൽ വെറും t എന്ന് പറഞ്ഞാൽ t raised to 1 അല്ലേ? വെറുതെ t എന്ന് പറഞ്ഞാൽ t raised to 1 ആണ്. അപ്പൊ t raised to 1 ആണെങ്കിൽ t raised to 1 plus 1 divided by 1 plus 1 കുഴപ്പമുണ്ടോ? അപ്പൊ ഇന്റഗ്രേഷന്റെ ആൻസർ ഇതാണ്. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യാം? സ്ക്വയർ ബ്രാക്കറ്റ് ഇടാം. ഇന്റഗ്രേഷൻ അങ്ങോട്ട് ചെയ്തു, ലിമിറ്റ് ആരാന്നുള്ളത് നോക്കാതെ നമ്മൾ ഇന്റഗ്രേഷൻ ചെയ്തതിനു ശേഷം നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടു. ഇവിടെ 1 എഴുതി 2 എഴുതി കുഴപ്പമുണ്ടോ? ഇനി അടുത്ത സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാന്നാല് വേരിയബിൾസിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കാം. വേരിയബിൾസിന് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കാം. അതായത് 2 cube by 3 plus 2 square by 2 എഴുതി ഒരു മൈനസ് സൈൻ ഇടാം. വേരിയബിൾസിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക. വേരിയബിൾസിന് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക. അതായത് 1 cube by 3 plus 1 square by 2. ഇവിടെ ഒരു ബ്രാക്കറ്റ് ഉണ്ട്, സബ്ട്രാക്ട് ചെയ്യുന്നു. 2 cube by 3 എന്ന് പറയുന്നത് എത്രയാ? 8 by 3. ബുദ്ധിമുട്ടുണ്ടോ? പ്ലസ് 2 square by 2 എന്ന് പറയുന്നതിന്റെ ആൻസർ 2 അല്ലേ? ആണോ? മൈനസ് 1 by 3 പ്ലസ് 1 by 2 ശരിയല്ലേ? Yes, sir. അല്ലേ? ഇതുവരെയുള്ള കാര്യങ്ങൾ റെഡി അല്ലേ? റെഡിയാണോ? Yes, sir. അപ്പം 8 by 3 plus 2 minus 1 by 3 minus 1 by 2 ആണോ? ശരിയല്ലേ? 8 by 3 minus 1 by 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 7 by 3 അല്ലേ? ആണോ? 7 by 3 plus 2 minus 1 by 2 കുഴപ്പമുണ്ടോ? കുഴപ്പമുണ്ടോ? No, sir. ഇല്ല. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആൻസർ എന്ത് കിട്ടും? What's the answer for this? Seven by 3 minus 1 by 2 plus 2. 7 by 3 minus 1 by 2 ആണെങ്കിൽ എന്ത് കിട്ടും? എന്ത് കിട്ടും? മൈനസ് സോറി ഇതിന് ആൻസർ ചെയ്യുകയാണെങ്കിൽ എന്ത് കിട്ടും? 14 minus 3 divided by 2 3s are 6 അല്ലേ? 11 by 6. ആ, അതായത് 11 by 6 plus 2 എന്ന് കിട്ടും അല്ലേ? ആണോ? അപ്പം 11 plus 12 divided by 6 അല്ലേ? ആണോ? എത്രയാ? 23 by 6. 23 by 6 അല്ലേ? കിട്ടിയില്ലേ? കിട്ടിയോ? Yes, sir. യെസ്. ഇനി നമ്മൾ കടക്കാൻ പോകുന്നത് നമുക്ക് ഇതും ഫിസിക്സുമായിട്ടുള്ള ബന്ധം.
വെലോസിറ്റി ഈസ് ഈക്വൽ ടു dx by dt. പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? Yes, sir. Yes, sir. Yes. If you have learned velocity is equal to dx by dt, അങ്ങനെയാണെങ്കിൽ നമുക്ക് dx is equal to v dt എന്ന് എഴുതുന്നതിനോട് തെറ്റുണ്ടോ? ഈ dt നെ അങ്ങോട്ട് എടുത്താൽ dx is equal to v dt അല്ലേ? എഴുതിക്കൂടെ? Yes, sir. യെസ്. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് dx എന്ന് പറയുന്നത് x ആ നമ്മൾ പഠിച്ചില്ലേ? പഠിച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് dx is equal to ഇന്റഗ്രൽ ഓഫ് v dt എന്ന് എഴുതിക്കൂടെ? Yes, sir. അങ്ങനെയാണ് ഇന്റഗ്രൽ ഓഫ് dx x അല്ലേ? x is equal to ഇന്റഗ്രൽ ഓഫ് v dt എഴുതാൻ പറ്റുമോ? Yes. Yes, we can write it like this. അങ്ങനെയാണെങ്കിൽ നമ്മള് ഒരു ചോദ്യം, വെലോസിറ്റി is equal to 3t square എന്ന് തന്നിട്ടുണ്ട്. വെലോസിറ്റി is equal to 3t square തന്നിട്ടുണ്ട്. Find displacement between t is equal to 0 and t is equal to 2 seconds. എന്താണ് തന്നിരിക്കുന്നത്? വെലോസിറ്റി is equal to 3t square എന്ന് തന്നിട്ടുണ്ട്. Find displacement between t is equal to 0 and t is equal to 2 seconds. ചോദ്യം മനസ്സിലായോ? Yes, sir. അങ്ങനെയാണെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഉത്തരം എങ്ങനെയായിരിക്കും? വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. വെലോസിറ്റിയിൽ നിന്ന് ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞതെങ്കിൽ നമുക്ക് x is equal to ഇന്റഗ്രൽ ഓഫ് v dt ഇതല്ലേ യൂസ് ചെയ്യേണ്ടത് അല്ലേ? ആണോ? അല്ലേ? Yes, sir. വിക്ക് പകരം ഇവിടെ എന്താണ് അവർ തന്നത്? v എന്ന് പറയുന്നത് 3t square ആണെന്നാണ് തന്നത് അല്ലേ? അപ്പൊ എന്ത് ചെയ്യാം? ഇന്റഗ്രൽ ഓഫ് 3t square dt എന്ന് എഴുതാം. ബുദ്ധിമുട്ടുണ്ടോ? വിക്ക് പകരം നമ്മൾ 3t square എന്നുള്ള വില കൊടുത്തു, ശരിയല്ലേ? Yes. അതില് 3 എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് അല്ലേ? 3 എന്ന് പറയുന്ന ആള് കോൺസ്റ്റന്റ് അല്ലേ? കോൺസ്റ്റന്റിനെ പുറത്തേക്ക് എടുത്തു. അപ്പം 3 into ഇന്റഗ്രൽ ഓഫ് t square dt എഴുതിക്കൂടെ? എഴുതിക്കൂടെ? Yes, sir. ഇന്റഗ്രൽ ഓഫ് t square dt എന്താണാവോ? ഇന്റഗ്രൽ ഓഫ് t square dt എന്ന് പറയുന്നത് 3 എന്ന് എഴുതി, T cube by 3. by 3 ശരിയല്ലേ? അപ്പം ആരൊക്കെ വെട്ടിപ്പോയി? ഈ 3യും ഈ 3യും വെട്ടിയില്ലേ? അപ്പൊ t ക്യൂബ് എന്നായി. പക്ഷെ ഇവിടെ ചോദ്യത്തിലേക്ക് ഒന്നുകൂടി നോക്ക്. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് എന്ന് മാത്രമല്ല പറഞ്ഞത്, ബിറ്റ്വീൻ t is equal to 0 and t is equal to 2 seconds. ഡിസ്പ്ലേസ്മെന്റ് ബിറ്റ്വീൻ t is equal to 0 and t is 2 second ആണ് അല്ലേ? ആണോ? Yes, sir. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞാല് ഇവിടെ ഇന്റഗ്രേഷനിൽ ലിമിറ്റ് കൊടുക്കണം. ഇന്റഗ്രേഷനിൽ 0 to 2. എന്തുകൊണ്ടാണ് ഞാൻ 0 to 2 കൊടുക്കുന്നത്? t is equal to 0 മുതൽ t is equal to 2 സെക്കൻഡ് വരെയാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞത്. അപ്പൊ ഇവിടെയും 0 to 2 കൊടുത്തു, ഇവിടെയും 0 to 2 കൊടുത്തു. അപ്പം ഈ ഫൈനൽ കിട്ടിയ ആൻസറിന്റെ അടുത്ത് ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇടണം അല്ലേ? t ക്യൂബ് എന്ന് എഴുതിയതിനെ ഒരു സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് എവിടെ വരെ എഴുതണം? 0 to 2 ആണോ? ആണോ? 0 to 2 എന്ന് എഴുതിക്കൂടെ? Yes, sir. ഇന്റഗ്രേഷൻ ചെയ്ത് കിട്ടിയ ആൻസറിനെ സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് 0 to 2 എന്ന് എഴുതി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? ടിക്ക് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക. ടിക്ക് പകരം അപ്പർ ലിമിറ്റിന്റെ വില കൊടുക്കുക എന്ന് പറഞ്ഞാല് 2 ക്യൂബ് എന്ന് എഴുതുക, എന്നിട്ട് മൈനസ് ഇടുക, എന്നിട്ട് ടിക്ക് പകരം ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക 0 ക്യൂബ്. 2 ക്യൂബ് എത്രയാ?
8 മൈനസ് 0 ക്യൂബ് എത്രയാ 0. അപ്പം നമുക്ക് എന്ത് ചെയ്യാം 8 എന്ത് ഡിസ്പ്ലേസ്മെന്റ്. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് എന്താ? Meter per second. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡോ ആണോ? ഡിസ്പ്ലേസ്മെന്റ് Meter. മീറ്റർ അല്ലേ? ആണ് മീറ്റർ. ഡിസ്പ്ലേസ്മെന്റ് യൂണിറ്റ് മീറ്റർ ആണ് അല്ലേ? കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഇല്ല. അപ്പം ഈ ചോദ്യം മനസ്സിലായി. അടുത്തൊരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് തരാം, നിങ്ങൾ തന്നെ ചെയ്യണം. അല്ലെങ്കിൽ നിങ്ങൾക്ക് കഴിഞ്ഞ എക്സാമിന് തന്ന ഏതെങ്കിലും ചോദ്യം ഉണ്ടോ ഇതേമാതിരത്തെ? കഴിഞ്ഞ എക്സാമിന് തന്ന ഏതെങ്കിലും ചോദ്യം ഉണ്ടോ ഇതേപോലത്തെ? ഉണ്ടോ? അല്ലെ ഞാൻ അടുത്തൊരു ചോദ്യം തരട്ടെ? യെസ്. അങ്ങനെയാണെങ്കിൽ വെലോസിറ്റി ഇസ് ഈക്വൽ ടു സൈൻ ടി എന്നാണ് തന്നത്. ഫൈൻഡ് ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ടി ഇസ് ഈക്വൽ ടു 30 ടു ടി ഇസ് ഈക്വൽ ടു 60 സെക്കൻഡ്. ടി velocity is equal to sin t എന്ന് തന്ന് find displacement from t is equal to 30 to t is equal to 60 seconds. ഇതുവരെയുള്ള കാര്യങ്ങൾ റെഡി ആണെങ്കിൽ, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് ഒരു ഓക്കെ എന്ന് ടൈപ്പ് ചെയ്യും. ഇതുവരെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് സെക്ഷനിൽ ഒന്ന് ഓക്കെ എന്നുള്ളത് ടൈപ്പ് ചെയ്യും. മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ വോയിസ് ഓൺ ആക്കി ചോദിക്കി. ഇതിനെ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടുപിടിക്കാനുള്ള സമയമാണിത്. എന്താണ് നമ്മൾ ഇവിടെ ചെയ്യേണ്ടത്? ഡിസ്പ്ലേസ്മെന്റ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ? ഡിസ്പ്ലേസ്മെന്റ് ഇസ് ഈക്വൽ ഇന്റഗ്രൽ ഓഫ് വി ഡി ടി ആണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് വിക്ക് പകരം അവിടെ എന്താ? സൈൻ ടി ആണ്. ആണോ? സൈൻ ടി ഡി ടി. ഇന്റഗ്രൽ ഓഫ് സൈൻ എക്സ് എന്തായിരുന്നു? മൈനസ് കോസ് എക്സ് ആയിരുന്നു. ഓർമ്മണ്ടോ? അപ്പം ഇന്റഗ്രൽ ഓഫ് സൈൻ ടി ഡി ടി എന്ന് പറയുന്നത് നമ്മൾ മൈനസ് കോസ് ടി എന്ന് എഴുതേണ്ടി വരും. ശരിയല്ലേ? ശരിയാണോ? പിന്നെ ഇവിടെ ഡിസ്പ്ലേസ്മെന്റ് ഫ്രം ടി സിക്കൽ 30 ടു ടി സിക്കൽ 60 സെക്കൻഡ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് ഈ ഇന്റഗ്രേഷന്റെ ഒക്കെ അവിടെ 30 മുതൽ 60 വരെ 30 മുതൽ 60 വരെ എങ്ങനെ എഴുതണം അല്ലേ? അപ്പൊ ലാസ്റ്റ് സ്ക്വയർ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യണം? 30 ടു 60 എന്ന് നമുക്ക് എഴുതേണ്ടി വരും. വേണ്ടേ? ശരിയല്ലേ? എന്നിട്ട് ഇതിനെ നമ്മൾ എന്ത് ചെയ്യാം? ആ മൈനസ് സൈൻ അങ്ങോട്ട് പുറത്തെടുക്കട്ടെ തൽക്കാലത്തേക്ക് മൈനസ് സൈനെ പുറത്തെടുത്തിട്ട് കോസ് ടി വിത്തിൻ ദ ലിമിറ്റ് 30 ടു 60 എഴുതിക്കൂടെ? എഴുതി. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ് ആണെങ്കിൽ കോസ് ടിയിലെ ടിക്ക് പകരം 60 എന്ന് കൊടുക്കുക. അപ്പം കോസ് 60 മൈനസ് ഇനി ലോവർ ലിമിറ്റിന്റെ വില കൊടുക്കുക, ടിക്ക് പകരം 30 കൊടുക്കുക.
cos 60 എത്രയാണാവോ പറയ്. cos 60 എത്രയാ? √3/2. ശരിയാണ്. cos 30 എത്രയാ? cos 60 √3/2 ആണോ 1/2 ആണോ? 1/2 അല്ലേ? cos 60 1/2 ആണ്. sin 60 ആണ് √3/2 അല്ലേ? അപ്പം 1/2 മൈനസ് പറയും cos 30 എത്രയാ? √3/2. cos 30 ആണ് √3/2 അല്ലേ? അപ്പം നമുക്ക് ഇവിടുന്ന് എന്ത് ചെയ്യാം? വേണമെങ്കിൽ ആ 2നെ കോമൺ ആയിട്ട് പുറത്തെടുത്തിട്ട് -1/2 × 1 - √3 ആണോ? കുഴപ്പമുണ്ടോ? -1/2 × 1 - √3 എന്ന് പറയുമ്പോൾ 1 - √3യുടെ വില 1.732 ആണ്. എടാ 1/2നെ രണ്ടെന്നും കോമൺ ആയി പുറത്തെടുത്തൂടെ? ഇതിലും 1/2 ഉണ്ട്, മറ്റേലും 1/2 ഉണ്ട്. 1/2 കോമൺ ആയി പുറത്തെടുത്തു. മനസ്സിലായോ? മനസ്സിലായി. യെസ്. ഇനി അപ്പൊ ഇതിന് എന്ത് കിട്ടും എന്ന് പറഞ്ഞാൽ -1/2 × എന്ത് -0.732 മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് ആവും അല്ലേ? അപ്പം 0.732 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. കിട്ടില്ലേ? ഓക്കെ അടിക്കാൻ പറഞ്ഞിട്ട് ഇതിൽ 30 ഓക്കെ ഒന്നുമില്ലല്ലോ. 40ന് മേലെ കുട്ടികളുണ്ടല്ലോ. ബാക്കിയുള്ളവർക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങളോട് ചോദിക്കാനും പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായവരുണ്ടെങ്കിൽ അവരോട് ഓക്കെ അടിക്കാനും പറഞ്ഞില്ലേ? ഒരു പ്രാവശ്യം ഓക്കെ എന്ന് ടൈപ്പ് ചെയ്ത ആൾക്കാർ പിന്നെ ടൈപ്പ് ചെയ്യണ്ടേ? ഇത് കിട്ടിയോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യാം? ഇന്റഗ്രേഷൻ എന്ന് പറയുന്ന ആളെ നമ്മൾ യൂസ് ചെയ്യാം. ഇനി വേറൊരു കാര്യം നോക്കുകയാണെങ്കിൽ നമ്മൾ ആക്സിലറേഷൻ ഇസ് ഈക്വൽ ടു dv/dt എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? പഠിച്ചിട്ടുണ്ടോ? യെസ്. അങ്ങനെയാണെങ്കിൽ dv ഇസ് ഈക്വൽ ടു adt എന്ന് നമുക്ക് എഴുതിക്കൂടെ? എഴുതിക്കൂടെ? dv ഇസ് ഈക്വൽ ടു adt എന്ന് നമുക്ക് വേണം എഴുതാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇന്റഗ്രൽ ഓഫ് adt എന്ന് പറയുന്ന ഇന്റഗ്രൽ ഓഫ് dv എന്ന് എഴുതിക്കൂടെ? രണ്ടു സ്ഥലത്ത് ഇന്റഗ്രേറ്റ് ചെയ്യാം. അപ്പൊ ഇന്റഗ്രൽ ഓഫ് dv എന്തായിരിക്കും? ഇന്റഗ്രൽ ഓഫ് dv എന്ന് പറയുന്നത് v, ശരിയല്ലേ? ഇന്റഗ്രൽ ഓഫ് adt നെ ഇന്റഗ്രൽ ഓഫ് adt തന്നെ എഴുതിയേക്കാം. adt തന്നെ എഴുതിയേക്കാം. അതായത് വെലോസിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് ഇന്റഗ്രൽ ഓഫ് adt എന്നുള്ള ഒരു ഇക്വേഷൻ യൂസ് ചെയ്യാം. യൂസ് ചെയ്തൂടെ? യൂസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഒന്ന് നമ്മളുടെ ഇന്റഗ്രേഷന്റെയും ഡിഫറൻസിയേഷന്റെയും ഇക്വേഷൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത കുറച്ച് വെലോസിറ്റിയും ഡിസ്പ്ലേസ്മെന്റ് ഒക്കെ കാര്യങ്ങളൊന്ന് ഓർത്തെടുക്കുകയാണെങ്കിൽ v is equal to dx/dt. ഇവിടെ നമ്മൾ ഇന്റഗ്രേഷൻ ആണോ ഡിഫറൻസിയേഷൻ ആണോ ഉപയോഗിക്കുന്നത്? v is equal to dx/dt ഡിഫറൻസിയേഷൻ. a equal to dv/dt ഇവിടെയും എന്താ യൂസ് ചെയ്യുന്നത്? ഇന്റഗ്രേഷൻ. ഡിഫറൻസിയേഷൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് x is equal to ഇന്റഗ്രൽ ഓഫ് v dt അല്ലെ? നമുക്ക് ഇങ്ങനെ ഒരു ഇക്വേഷൻ കിട്ടിയില്ലായിരുന്നോ? ഉണ്ടോ? x is equal to ഇന്റഗ്രൽ ഓഫ് v dt നമുക്കൊരു ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ കുറച്ച് മുന്നേ v equal to ഇന്റഗ്രൽ ഓഫ് adt. അപ്പം v equal to ഇന്റഗ്രൽ ഓഫ് adt. ഓക്കെ, ഇതൊക്കെ നമ്മള്
ഫിസിക്സില് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും യൂസ് ചെയ്യുന്ന ചില സാഹചര്യങ്ങളാണ്. മനസ്സിലായിട്ടുണ്ടാവും എന്ന് കരുതുന്നു. മനസ്സിലായിട്ടുണ്ടോ? യെസ് സാർ, മനസ്സിലായി. അപ്പം ഈ ആൾക്കാരെയൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ഇവിടെ മാത്രമല്ല കേട്ടോ, ഇനി വരുന്ന കുറെ സ്ഥലങ്ങളിൽ നമുക്ക് ഫിസിക്സില് ഇന്റഗ്രേഷനും ഡിഫറൻസിയേഷനും യൂസ് ചെയ്യേണ്ടതുണ്ട്. ഓക്കെ, അപ്പം ഇന്റഗ്രേഷൻ എന്ന് പറയുന്നതും ഡിഫറൻസിയേഷൻ എന്ന് പറയുന്നതും സാധനങ്ങളെ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളതും അതിന്റെ കുറച്ച് അടിസ്ഥാനമായിട്ടുള്ള എക്സാമ്പിൾസ് ഒക്കെ ഞാൻ പറഞ്ഞു. ക്ലിയർ അല്ലേ? ക്ലിയർ സാർ. അങ്ങനെയാണെങ്കിൽ നമ്മള് അടുത്ത ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗത്തേക്ക് പോവാണ്. നമ്മളുടെ അടുത്ത ചാപ്റ്റർ റിലേറ്റീവ് വെലോസിറ്റി ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടോ? റിലേറ്റീവ് വെലോസിറ്റി യെസ്, പറഞ്ഞതാണ്. അങ്ങനെയാണ് അടുത്ത ചാപ്റ്റർ നമ്മളുടെ മോഷൻ ഇൻ 2 ഡയമെൻഷൻ ആണ്. മോഷൻ ഇൻ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ ഈ ചാപ്റ്റർ കഴിഞ്ഞു. അടുത്ത ചാപ്റ്റർ മോഷൻ ഇൻ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ. എന്താണ് മോഷൻ ഇൻ 2 ഡയമെൻഷൻ അല്ലെങ്കിൽ മോഷൻ ഇൻ എ പ്ലെയിൻ ആണ്. ഓക്കെ, അപ്പം ആ ചാപ്റ്ററിൽ നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു സാധനമാണ് വെക്ടേഴ്സ്. എന്താണ് വെക്ടേഴ്സ്? എന്താണ് വെക്ടേഴ്സ്? എന്താണ് വെക്ടേഴ്സ് എന്ന് ചോദിക്കായിരിക്കും. നമ്മള് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കും. നമ്മൾ പഠിച്ചിട്ടുണ്ട്. Those physical quantities which are having both magnitude and direction, അതിനെ നമ്മൾ വെക്ടർ ക്വാണ്ടിറ്റി എന്ന് പഠിക്കും. നമ്മൾ പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ ആ വെക്ടർ ക്വാണ്ടിറ്റികളെ സൂചിപ്പിക്കുന്ന ഒരു മെത്തേഡാണ് നമ്മളെ വെക്ടേഴ്സ് എന്ന് പറയുന്നത്. വെക്ടർ എന്ന് പറയുന്നത് ഒരു ആരോ ആണ്. എന്താണ് ആരോ? ആ ആരോയുടെ ലെങ്ത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയും ആ ആരോയുടെ ഡയറക്ഷൻ ആ വെക്ടറിന്റെ ഡയറക്ഷനെയും സൂചിപ്പിക്കും. അപ്പം വെക്ടർ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇറ്റ്സ് എൻ ആരോ, ഒരു ആരോ. ആ ആരോയുടെ ലെങ്ത് എന്തിനെയാ സൂചിപ്പിക്കുക? ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെ. ആ ആരോയുടെ ഡയറക്ഷൻ ആണ് വെക്ടർ എങ്ങോട്ടാന്നുള്ളതിനെ സൂചിപ്പിക്കുക. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇത് ഞാൻ പറയാണ് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, ഇത് ബി എന്ന് പറയുന്ന വെക്ടർ ആണ്. അങ്ങനെയാണെങ്കിൽ എക്കാണോ ബിക്കാണോ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത്? എക്കാണോ ബിക്കാണോ മാഗ്നിറ്റ്യൂഡ് കൂടുതലുള്ളത്? ബി. എന്താ നിങ്ങൾ പറഞ്ഞത് അങ്ങനെ ബിക്ക് എന്ന് പറയുന്ന കാരണം? എയും ബിയും ഡിഫറെന്റ് ഡയറക്ഷനിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും? എയും ബിയും ഡിഫറെന്റ് ഡയറക്ഷനിലാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അംഗീകരിക്കും? ഇല്ല, എയും ബി ഒരേ ഡയറക്ഷനിലാണ് അല്ലെ? അതെങ്ങനെ നിങ്ങൾക്ക് മനസ്സിലായത് എയും ബി ഒരേ ഡയറക്ഷനിലാണ്? കാരണം രണ്ടിന്റെ ആരോവും സൂചിപ്പിക്കുന്ന ഒരേ ഡയറക്ഷനിലേക്കാണ് അല്ലെ? ആണ്. അപ്പം നമുക്ക് വെക്ടർ ക്വാണ്ടിറ്റീസിനെ കണ്ടിട്ട് നമുക്ക് അതിന് എത്ര മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ എങ്ങോട്ടാന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ കുറച്ച് ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടേഴ്സ് ആണ് പറയുന്നത് കേട്ടോ. അതായത് ചില ഗ്രൂപ്പ് ഓഫ് വെക്ടർ ക്വാണ്ടിറ്റീസിനെ എങ്ങനെയൊക്കെ പേരിൽ വിളിക്കാം. അതില് ഇപ്പൊ ഞാൻ ഇവിടെ വരയ്ക്കാൻ പോകുന്ന ഒരു വെക്ടർ, ഇത് എ എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ്, ഇത് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ആണ് വെച്ചു. ഈ രണ്ട് വെക്ടേഴ്സിനെയും നമ്മള് ഈക്വൽ വെക്ടേഴ്സ് എന്നാ വിളിക്കാം. എന്താ വിളിക്കാം? ഈക്വൽ വെക്ടേഴ്സ്. എന്തുകൊണ്ടായിരിക്കും ഇതിനെ ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്? നിങ്ങൾ പറയും. ഒരേ മാഗ്നിറ്റ്യൂഡും ആണ്, ഒരേ ഡയറക്ഷനും ആണ്. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ആയതുകൊണ്ടാണ് ഇവരെ നമ്മൾ ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? ഇനി അടുത്ത ഒരു ഗ്രൂപ്പ് ഓഫ് വെക്ടർ. അപ്പൊ ഇതാരാണ്? ഇത് ഈക്വൽ വെക്ടേഴ്സ് ആണ് അല്ലെ? അടുത്ത വെക്ടേഴ്സിനെ ഞാൻ വരയ്ക്കുന്നത് ഇതാണ് നമ്മളുടെ എ, ഇനി ഇതാണ് നമ്മളുടെ ബി എന്ന് വിചാരിച്ചു. ഇവരെ നമ്മൾ വിളിക്കുക ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്നാ വിളിക്കാം. എന്താ വിളിക്കാം?
ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ എന്തുകൊണ്ടാണ് ഇവരെ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്? ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ്. ഡയറക്ഷൻ ഓപ്പോസിറ്റ് മാത്രമല്ല, പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട്. Arrow. Arrow. ആരോ ഓപ്പോസിറ്റ് ആണ്, അതുകൊണ്ടാണ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആയത്. മാഗ്നിറ്റ്യൂഡ് സെയിം ആണോ ഡിഫറെന്റ് ആണോ? ഡിഫറെന്റ്. അല്ല, സെയിം മാഗ്നിറ്റ്യൂഡ് അല്ലേ. എന്റെ ലെങ്ത് എത്രയാണോ അത് തന്നെയല്ലേ ബിയുടെയും ലെങ്ത്. നോക്കി നോക്ക് അല്ലേ. ലെങ്ത് ഓഫ് എയും ലെങ്ത് ഓഫ് ബി ഒന്ന് തന്നെയല്ലേ? ആണോ? Yes, sir. സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ ഓപ്പോസിറ്റ് വെക്ടേഴ്സ് എന്ന് വിളിക്കുക. സെയിം മാഗ്നിറ്റ്യൂഡും ഓപ്പോസിറ്റ് ഡയറക്ഷനുള്ള വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ഓക്കെ, വെക്ടേഴ്സ് വിത്ത് സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഇസ് കോൾഡ് ആസ് ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ക്ലിയർ ആണോ? Yes, sir. Yes, sir. അടുത്ത ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് വെക്ടർ ആണ് കൊലീനിയർ വെക്ടേഴ്സ്. എന്താണ് കൊലീനിയർ വെക്ടേഴ്സ്? അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇതാണ് നമ്മളുടെ എ, ഇതാണ് നമ്മളുടെ ബി, ഇനി ഇതാണ് നമ്മളുടെ സി. മൂന്നിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? അല്ല, മൂന്നിനും സെയിം മാഗ്നിറ്റ്യൂഡ് അല്ല. മൂന്നിനും പല പല ലെങ്ത് ആണല്ലേ ഉള്ളത്. മൂന്നിനും സെയിം ഡയറക്ഷൻ ആണോ? അല്ല. No. മൂന്നിനും സെയിം ഡയറക്ഷനും അല്ല. അങ്ങനെയാണെങ്കിൽ ഇവരെ നമ്മൾ എന്ത് ക്ലാസിഫിക്കേഷനിലായിരുന്നു വിളിച്ചത്? കൊലീനിയർ വെക്ടേഴ്സ് എന്നല്ലേ വിളിച്ചത്. കൊലീനിയർ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാല് വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുക. ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന വെക്ടേഴ്സിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? കൊലീനിയർ വെക്ടേഴ്സ്. ഓക്കെ, കൊലീനിയർ വെക്ടേഴ്സ്. അതായത് നിങ്ങൾ അതിനെ പറ്റിയിട്ട് ഒന്നുകൂടി വിശദമായി പറയുകയാണെങ്കിൽ, നമുക്ക് ഈ ബി എന്ന് പറയുന്ന വെക്ടർ ഇല്ലേ, ഈ ബി എന്ന് പറയുന്ന വെക്ടർ, ഇതിനെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റാതെ നമുക്ക് എവിടേക്ക് വേണമെങ്കിലും മാറ്റി വെക്കാം. അതായത് ഈ ബീനെ വേണേ അതാ അങ്ങോട്ട് നീക്കി വെക്കാം, ബീനെ വേണേ അങ്ങോട്ട് നീക്കി വെക്കാം. എന്താണ് അതിന് വേണ്ട കണ്ടീഷൻ? അതിന്റെ ലെങ്ത് മാറ്റരുത്, അതിന്റെ ഡയറക്ഷൻ മാറ്റരുത്. അപ്പം വിത്തൗട്ട് ചേഞ്ചിങ് ദ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ വി ക്യാൻ ചേഞ്ച് ദ വെക്ടർ ബി ടു എനി പൊസിഷൻ. ഓക്കെ, അപ്പൊ വെക്ടർ ബീനെ നമുക്ക് ഏത് പൊസിഷനിൽ വേണേ എത്തിക്കാം. എന്താണ് അതിന്റെ നിർബന്ധം? മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റരുത്. അങ്ങനെയാണെങ്കിൽ സി എന്ന് പറയുന്ന വെക്ടറിനെ കാണില്ലേ നിങ്ങള്? കണ്ടോ? സി എന്ന് പറയുന്ന വെക്ടറിനെ കാണില്ലേ? ഇതിനെയും മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും മാറ്റാതെ നമുക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിൽ കൊണ്ടുവെക്കാം. അങ്ങനെ കൊണ്ടുവെക്കുകയാണ് ഇവരൊക്കെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? പറ്റുന്നുണ്ടോ? ഇവരെ എല്ലാവരെയും ഒരേ സ്ട്രെയിറ്റ് ലൈനിൽ അറേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ലേ? Yes, sir. അതുകൊണ്ടാണ് ഇവരെ കൊലീനിയർ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. മനസ്സിലായോ? വെക്ടേഴ്സ് വിച്ച് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ ഇസ് കോൾഡ് കൊലീനിയർ വെക്ടേഴ്സ്. കുഴപ്പമുണ്ടോ? No, sir. ഇല്ല. Those vectors which can be arranged in a straight line, it is called as collinear vectors. Okay. അടുത്ത വെക്ടേഴ്സ് ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്താണെന്നാല്, ഇതാണ് എ എന്ന് പറയുന്ന ഒരു വെക്ടർ എങ്കിൽ നമ്മൾക്ക് പറയാം ഇതാണ് ബി എന്ന് പറയുന്ന ഒരു വെക്ടർ ആയിരിക്കും. ഈ രണ്ട് വെക്ടേഴ്സിനും സെയിം മാഗ്നിറ്റ്യൂഡ് ആണോ? അല്ല. സെയിം ഡയറക്ഷൻ ആണോ? അല്ല. പക്ഷേ ഒരു വെക്ടർ മറ്റേ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ അല്ലേ? ഒരു വെക്ടർ മറ്റേ വെക്ടറുമായിട്ട് പെർപെൻഡിക്കുലർ അല്ലേ? ആണോ? അല്ലേ? അതിനോണ്ട് ഈ വെക്ടേഴ്സിനെ നമ്മൾ ഓർത്തോഗണൽ വെക്ടേഴ്സ് എന്ന് വിളിക്കും. എന്ത് വിളിക്കും? പറയേ. ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഓർത്തോഗണൽ വെക്ടേഴ്സ്. ഇത് ആരായിരുന്നു? ഈ ക്ലാസിഫിക്കേഷൻ ആരായിരുന്നു? ഈക്വൽ വെക്ടേഴ്സ്. ഇവരെ എന്ത് പേരിലായിരുന്നു വിളിച്ചത്?
opposite vectors. ഓപ്പോസിറ്റ് വെക്ടേഴ്സ്. ഇവരെ എന്ത് പേരിലാ വിളിച്ചത്? Linear vectors. കൊലീനിയർ വെക്ടേഴ്സ്. ഇവരെ എന്ത് പേരിലാ വിളിച്ചത്? Orthogonal. Orthogonal vectors. ഓർത്തോഗണൽ വെക്ടേഴ്സ്. വെക്ടർ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ആൻ ആരോ ഇൻ വിച്ച് ലെങ്ത് ഓഫ് ആരോ വിൽ ഡിനോട്ട് ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ ഓഫ് ആരോ വിൽ ഡിനോട്ട് ഇറ്റ്സ് ഡയറക്ഷൻ. ഒരു വെക്ടർ എന്ന് പറയുന്നത് ആക്ച്വൽ ആയിട്ട് ഒരു ആരോന്റെ രൂപത്തിലാണ് റെപ്രസെന്റ് ചെയ്യുക. ആ ആരോയുടെ ലെങ്ത് ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡിനെയാണ് സൂചിപ്പിക്കുക. ആ ആരോയുടെ ഡയറക്ഷൻ ആ വെക്ടറിനെ എന്തിനെ സൂചിപ്പിക്കും? പറയും. ഡയറക്ഷനെ സൂചിപ്പിക്കും. ഓക്കെ, അപ്പം നമുക്ക് ഇനി വെക്ടർ ക്വാണ്ടിറ്റീസിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അപ്പം ഈ ക്ലാസ്സിൽ നമ്മൾ ഇതാ ഇത്രയാണ് പറഞ്ഞു ഉദ്ദേശിക്കുന്നത്. ഇതുവരെയുള്ള കാര്യങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? No, sir. ഇല്ല. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഈ ഇന്റഗ്രേഷൻ ഡിഫറൻസിയേഷൻ എന്ന് പറയുന്ന ഈ ഒരു സാഹചര്യങ്ങളെ എന്ത് ചെയ്യാം? നിങ്ങൾ പരമാവധി ഒന്ന് ചെയ്തു നോക്കുക. ഇനിയിപ്പം കഴിഞ്ഞ ക്ലാസ്സിൽ തന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചില ക്വസ്റ്റ്യൻസിന് ഉത്തരം കിട്ടിയിട്ടില്ലെങ്കിലും ആ ചോദ്യങ്ങളെ ഒന്നുകൂടി ചെയ്തു നോക്കേണ്ടി. അതില് ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് നിങ്ങളോട് ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം? ആക്സിലറേഷൻ കണ്ടുപിടിക്കണേ dv/dt ചെയ്യാം. പിന്നെ അതില് വെലോസിറ്റി കണ്ടുപിടിക്കണേ എന്ത് ചെയ്യണം? dx/dt. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് തന്നിട്ട് നേരെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാനാ പറയുന്നത് വെച്ചാൽ ആദ്യം വെലോസിറ്റി കണ്ടുപിടിക്കുക, പിന്നെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാം. കുഴപ്പമുണ്ടോ? ചോദ്യത്തിൽ ഡിസ്പ്ലേസ്മെന്റ് നേരെ ആക്സിലറേഷൻ കണ്ടുപിടിക്കാൻ പറഞ്ഞു വെച്ചാൽ ഡിസ്പ്ലേസ്മെന്റ്